നമസ്കാരം, വെൽക്കം ടു അതുകണപ്പണി. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടും പിന്നെ വലിയ കോണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ അച്ഛനാണ്. ആൾ ഗൾഫിലായതുകൊണ്ട് അങ്ങനെ വീഡിയോസിലൊന്നും വരാറില്ല, വല്ല കാലത്തൊക്കെയാണ് കിട്ടണത്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പണ്ട് തുടങ്ങിയ അച്ഛൻ്റെ മുഖത്തൊക്കെ ഞാനൊരു താജ്മഹൽ പണിയണ സ്ഥിരമായിരുന്നു. വലുതായിട്ട് ഇതൊന്നും പണിതിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അച്ഛനെ മൊത്തത്തിലൊന്ന് താജ്മഹലൊക്കെ പണിത് ഒരുമാതിരി കോലാക്കി എടുക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പം അച്ഛനാണ് ഈ ചുരുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പിള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് വന്നേക്കുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ഡെഡിക്കേഷൻ ലെവലാണ്, ഡെഡിക്കേഷൻ ലെവൽ. പാവം താടി മീശ ഉണ്ടായിരുന്ന ആള് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി താടി മീശയൊക്കെ വരച്ച് സുന്ദര കുട്ടപ്പിയായി വരാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽപ്പുണ്ട്. നമുക്കൊന്ന് റെഡിയാക്കാം. കുളിച്ചിപ്പോൾ റെഡിയായി സുന്ദരമായിട്ടാണ്. ഇപ്പോൾ ഒരു സംഭവം ഒന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ അച്ഛനൊന്നും തേക്കാറില്ല. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഒരു ജെല്ലാണ് കേട്ടോ. ഇത് ഒരു ജെല്ലാണ്. ഒരു ഇച്ചിരി എടുത്ത് നമുക്കത് ഞാൻ കയ്യിൽ തേച്ച് അപ്ലൈ നോക്കാം. മേക്കപ്പ് ചെയ്യണ സൗകര്യാർത്ഥം ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ഞാനൊന്ന് റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ മാത്രം വളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. നായിക വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറമാനും കൂടെ ചാടണമെന്നാണല്ലോ. അപ്പം ഞാനും കൂടെ വളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മേക്കപ്പ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സൺക്രീം ഫൗണ്ടേഷൻ കൂടെ മിക്സ് ചെയ്തിട്ടാണ് പരട്ടണത്. ഫൗണ്ടേഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ പറ്റാം കേട്ടോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിയടിച്ചിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ച് സൺക്രീമും ഫൗണ്ടേഷനോട് മിക്സ് ചെയ്തിട്ട് പറ്റി. അപ്പോൾ കുറച്ചും കൂടെ ഒരു ലുക്കിലിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ അങ്ങനെ പരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി പോരാൻ തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ പരട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചെവിട്ടിനും കഴുത്തിനും കൂടെ ചെയ്യണമെന്നാണ് ഞാൻ. പക്ഷേ ചെവിട്ടിനും കഴുത്തിലൊന്നും ചെയ്തില്ല കേട്ടോ. നമ്മൾ ഒന്നാമത് ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നുമല്ലല്ലോ, വളരെ ലൈറ്റായിട്ടൊരു ചെറിയൊരു കുഞ്ഞു മേക്കപ്പ് അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് പൊട്ടി അടിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നല്ലോണം വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓൾറെഡി അച്ഛൻ നല്ല വൈറ്റാണ്. പിന്നെ ഇനി അതും കൂടെ കൂടുതലടിച്ച് നല്ല കളറാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒട്ടുകൾ വറക്കണ്ടെന്നേ. അങ്ങനെ അടിച്ച് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ട്, പെയിൻറ്റ് ബ്രഷല്ല അല്ലാത്ത ബ്രഷാണ്, എന്നാലും അതങ്ങ് ബ്രഷ് എടുത്ത് നമ്മളതൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ പിരിക എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. അച്ഛൻ്റെ പിരികാണെങ്കിൽ എഴുതാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കാരണം ഓൾറെഡി കുറച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടല്ലോ ആൾക്ക്. അപ്പോൾ പിരികൊക്കെ മൊത്തത്തിൽ ചുളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പിരികൊക്കെ പ്രത്യേകിച്ച് ചുളിഞ്ഞിരിക്കണതുകൊണ്ട് അത്യാവശ്യം വരയ്ക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയിരുന്നില്ല കേട്ടോ. പിന്നെ വലിയായിട്ടൊന്നും വേദന എടുത്തില്ല, വളരെ ലൈറ്റായിട്ട്. പിന്നെ അച്ഛനൊന്നും നമ്മൾ ചെയ്യണില്ലല്ലോ, ഇവർക്കൊക്കെ ഇതൊന്നും അറിയില്ലല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണം, എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന്, നമ്മളെ വെഡ്ഡിങ്ങുകളുടെ കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നുള്ളത് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത് സത്യമല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്കൊന്ന് ചോപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കവളൊക്കെ. അതിന് ചോപ്പിച്ചല്ല, ശരിക്കും ഞാൻ പിങ്കിഷാണ് എടുത്തത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ചുമപ്പായിട്ട് തോന്നിയില്ല. എനിക്ക് പിങ്ക് കളർ അടിക്കാനായിട്ട് ഇഷ്ടം തോന്നി. കാരണം പിങ്ക് സാരിയാണ് നമ്മൾ എടുക്കാൻ പോണത്. പിങ്ക് സാരി മീൻസ് ഒരു ബ്ലാക്കും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ. അപ്പോൾ എല്ലാം ഒരു പിങ്കിഷായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൊത്തത്തിലൊരു പിങ്കിഷായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളൊരു മോടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ ഷാഡോ പിങ്കാണ് അടിച്ചത്. ആ മോടിയില്ലല്ലോ, എന്തായാലും ഓൾറെഡി പിങ്കാണല്ലോ എല്ലാം. അപ്പോൾ നമ്മൾ ഐ ഷാഡോ പിങ്ക് അടിച്ചു. പിന്നെ നമ്മൾ വളരെ ലൈറ്റായിട്ട് പിരിക്കം വരച്ചതൊന്ന് ഷെയ്ഡ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഐ ഷാഡോ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പല വീഡിയോസിലാണെങ്കിലും ആൾക്കാർ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെറുതെ നിൽക്കണ ഒരു മോഡലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി നമുക്ക് മുഖത്ത് പോയി ഇതുപോലെ പരീക്ഷണം നടത്താൻ പറ്റില്ല. എന്താ അച്ഛനമ്മയുടെ മേത്തൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇരിക്കട്ടെ, ചെയ്യുമ്പോൾ എല്ലാം അങ്ങോട്ട് കറക്റ്റായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അടുത്തതെടുത്തത് കാജൽ സ്റ്റിക്കാണ് കേട്ടോ. കണ്ണെഴുതി കൊടുക്കുക. ഒന്നാമത് അച്ഛൻ്റെ കണ്ണിൽ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന വെച്ചാൽ അച്ഛനാണ് പാവം. അച്ഛൻ അതിനൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കണ്ണിലെങ്ങാനും ഞാൻ ഇവിടെ കുത്തി കൊല്ലുമോ എന്നുള്ളത് അച്ഛൻ ആ ഒരു കാര്യത്തിലായിരുന്നു പേടി. പക്ഷെ ഞാൻ അതിലൊന്നും കണ്ണിലൊന്നും കുത്തിയില്ല കേട്ടോ. കണ്ണെഴുതി കൊടുത്തു. പിന്നെ ഐലൈനർ വരയ്ക്കലും കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം കണ്ണൊക്കെ ഇങ്ങനെ ചിരിച്ച് ഒളിഞ്ഞിരിക്കണതുകൊണ്ട് പിന്നെ അച്ഛനിങ്ങനെ കണ്ണിങ്ങനെ പിടച്ചുകൊണ്ടിരുന്ന വെച്ചതുകൊണ്ടും ഐലൈനർ വരയ്ക്കൽ ഇച്ചിരി പണിയായി. ഇപ്പോൾ ഓൾറെഡി നമുക്കാണെങ്കിൽ ഐലൈനർ വരയ്ക്കാൻ കുറച്ച് പണിയാണ്. കാരണം ഒരെണ്ണം ശരിയായി വരുമ്പോൾ അടുത്തത് വളഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരെണ്ണം കട്ടി കുറഞ്ഞ് വരുമ്പോൾ ഒരെണ്ണം കട്ടി കൂടിപ്പോവും. അങ്ങനെ നോർമലി ഐലൈനറൊക്കെ എഴുതണവർക്ക് അറിയാൻ പറ്റും ഐലൈനർ എഴുതേണ്ട ബുദ്ധിമുട്ട്.
പിന്നെ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്കത് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഒരെണ്ണം വലുതായി പിന്നെയും വലുതാവും, അങ്ങനെ കുറച്ച് കഷ്ടപ്പെടുമായിരുന്നു. അപ്പം അച്ഛൻ്റെ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഇനി കണ്ണൊക്കെ എനിക്ക് കൊളാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അച്ഛൻ നല്ല നീറ്റായിട്ട് പറഞ്ഞൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ വലിയ ടാസ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുഞ്ഞു കുഞ്ഞു ടാസ്കുകളോ. പിന്നെ ഒന്നാമത് അച്ഛൻ്റെ കണ്ണിലൊന്നും പോകരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ കുളമായിപ്പോയാൽ ഒരു വിഷമമായിരുന്നു. കാരണം കുറേ വർഷങ്ങൾ കൂടിയിട്ട് ഞാൻ അച്ഛൻ അണിയിച്ചൊരുക്കി എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആഗ്രഹം എങ്ങനെയുണ്ട്, കുളമായോ നല്ലതാണോ എന്നുള്ള അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അച്ഛനെ കാണിച്ചാലും അച്ഛനത് എങ്ങനെ വന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കുള്ളൂ. കാരണം അച്ഛൻ്റെ തങ്കക്കടമല്ലേ, പൊന്നുകുടത്തിന് എന്തിനാ പൊട്ട്. അപ്പം എന്താ കാണിച്ചാലും അച്ഛൻ സുന്ദരനായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു സ്റ്റിക്കർ പൊട്ട് കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഗോപി പൊട്ടൊക്കെ തൊട്ടിട്ട് ഒരു കുഞ്ഞു കുത്തൊക്കെ വെച്ച് കൊടുത്ത് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അടിക്കണം. അച്ഛൻ ലിപ്സ്റ്റിക്കൊന്നും അടിക്കാത്തത് കൊണ്ട് ചുണ്ടിൻ്റെ പൊസിഷനൊക്കെ പറഞ്ഞിട്ട് അച്ഛനൊന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയണില്ല അതേപോലെ അനുസരിച്ച് നല്ലോണം നിന്ന്. പിന്നെ നമ്മളെന്താണെന്നറിയില്ല, മറ്റുള്ളവർക്ക് അടിച്ചു കൊടുത്താൽ സ്വന്തമായിട്ട് അടിച്ചാലും അവരോടൊപ്പം തന്നെ നമ്മളും പൊളിക്കും. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛന് എല്ലാ മേക്കപ്പ് കൊടുക്കുന്ന അനുസരിച്ച് എനിക്ക് എക്സ്പ്രഷൻസ് ഫുള്ള് മുഖത്ത് വരണമുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പം എനിക്കത് തോന്നിയില്ലെങ്കിലും ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ശരിയാണ് വരുന്നത്. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? നമ്മൾ മറ്റൊരാൾക്ക് കണ്ണെഴുതി കൊടുക്കും അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്വന്തമായിട്ട് അതേപോലെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടാറുണ്ടോ? ഞാനിങ്ങനെ പലപ്പോഴും ഇടാറുണ്ടെന്നുള്ളത് എനിക്കിത് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എനിക്കങ്ങനെ തോന്നാറുണ്ടെങ്കിലും ഇപ്പം ശരിക്കും മനസ്സിലായി കേട്ടോ. കാരണം നല്ലോണം ഞാൻ അങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലിപ് ലൈനർ എടുത്തിട്ട് അതൊന്ന് വരച്ച് കൊടുക്കാം. കാരണം അച്ഛൻ്റെ ചുണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പിലൊക്കെ ഒന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ലിപ് ലൈനർ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലിപ് ലൈനറും കൂടെ വരച്ചെടുത്തു. പിന്നെ തൊടി തിരിച്ചും മറിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കുളമായി പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അങ്ങനെ ഒന്നും വന്നില്ല, രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ മസ്കാരയാണ് കേട്ടോ പരട്ടി കൊടുത്തത്. മസ്കാര പരട്ടാനും ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ കണ്ണി കൊള്ളുക, കാരണം അച്ഛൻ്റെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നാട്യമയൂര്. ഒരുമാതിരി കോലായിട്ടുണ്ടെന്ന് തോന്നണു. പക്ഷെ ഒരു പെണ്ണിന്റെ ലുക്കായിട്ടില്ലേ, നോക്കിയേ, ഒരു വയസ്സായ ഒരു അമ്മാമ്മയുടെ ഒരു ലുക്കായിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ സാധാരണ ഒന്നാമത് ഞാൻ എല്ലാ വീഡിയോയിലും ഫസ്റ്റ് വരാറുണ്ട്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും അറിയില്ല. എനിക്ക് കുട്ടി മേക്കപ്പൊക്കെ പണ്ടത്തെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അച്ഛനായിരുന്നു എൻ്റെ മോഡലും. പണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞത് അന്നൊന്നും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും അടിക്കില്ലല്ലോ. അപ്പോൾ കുങ്കുമത്തിൽ വെള്ളം ചാലിച്ചിട്ട് ലിപ്സ്റ്റിക്ക് അടിച്ചു കൊടുക്കുക. അച്ഛന് ലിപ്സ്റ്റിക്ക് അടിച്ചു കൊടുക്കുക, അത് തന്നെ ഐഷാഡോ വെക്കുക. പിന്നെ റോസ് പൗഡറും കുങ്കുമോട് മിക്സ് ചെയ്ത് റോസ് പൗഡറൊക്കെ ഇവിടെ തേക്കുക, പൊട്ട്, ചാന്ത്, അമ്മാതിരി ഐറ്റംസൊക്കെ വെച്ചാണ് അച്ഛനെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. പണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ ആ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ ഇതിലൊന്നും അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അന്നും ഞാനും ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ അച്ഛനും തമ്മിലുള്ള ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പം ഞാൻ അച്ഛൻ ഇത്രയോ സുന്ദരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ടീഷർട്ടും മുടിയില്ല അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗിയാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് സാരി ഉടുപ്പിച്ചിട്ട് വരാം. സാരി ഉടുപ്പിച്ചിട്ട് വന്നിട്ട് അമ്മയുടെ സാരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാരി ഉടുപ്പിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛൻ്റെ ഈ മൊട്ടത്തലയിലൊരു മുടി കൂടെ സെറ്റാക്കി കൊടുക്കാം. കുറച്ച് വളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്താവും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അതേ ഇവിടെ അച്ഛനെ സാരി ഉടുപ്പിച്ച് ഞാൻ ഒരു കണക്കിനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുടി വയ്ക്കണം, മാലയൊക്കെ ഇടണം, സെറ്റാക്കി വെക്കണേ. അത് നമുക്ക് മുടി സെറ്റ് ചെയ്യാം. മുടി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് വെപ്പൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. അയ്യോ, എങ്ങനെയാണോ എന്തോ. ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മുടിവെപ്പായിരുന്നു കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും എനിക്ക് മുടിവെപ്പാണ് ഏറ്റവും വലിയ ടെൻഷൻ തോന്നുന്ന പരിപാടി. ഇതാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 വെപ്പുപൊടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡാൻസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ആയിരുന്നു കേട്ടോ മുടി. അപ്പം ഞാൻ വിചാരിച്ചു അത് വെക്കണത് ഒരു പണിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് അത് വലിയ ടാസ്ക്കൊന്നും ആയിരുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. ഇപ്പം എനിക്ക് വീഡിയോ കണ്ടപ്പോഴാണ് തോന്നണേ അച്ഛൻ ആ ഷോർട്ട് ഹെയർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു മഹിളാ സമാജം സെക്രട്ടറി പ്രസിഡൻറ്റ് ആ മാതിരി ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഐശ്വര്യം എനിക്ക് ഫീൽ ചെയ്തിട്ട് ഒരു മോഡേൺ അമ്മായി ലുക്കൊക്കെ തോന്നി. അത് ഇങ്ങനെ കിട്ടിയപ്പോഴും എനിക്ക് ഇഷ്ടമായിട്ട് അച്ഛന് മുടി നന്നായി ചേരുന്നു എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്.
അതിനുശേഷം നമ്മൾ അടുത്ത വെപ്പം പൊടി എടുത്തു. അപ്പം ഞാൻ പിന്നെ ഇടണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ബാക്ക് കാണിക്കുന്നില്ല. ബാക്ക് കാണിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ബാക്കിൽ ഞാൻ മുടി ഒരു കെട്ടി വെച്ചേക്കണം. അത് അച്ഛന് ഒട്ടും മുടിയില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവിടെ ഇവിടെയൊക്കെ ഒന്നും കുത്തി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തട്ടിക്കുട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വിടർത്തിയാണ് ഇട്ടിട്ടുള്ളത്. എനിക്കപ്പോൾ അങ്ങനെ വിടർത്തിയിടാനാണ് തോന്നിയത്. വേണമെങ്കിൽ പിന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഫോട്ടോയും കൂടെ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടാൽ മതി. അതിനുശേഷം നമുക്കൊന്ന് മാല ഇട്ട് കൊടുക്കാം. മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാല ഇട്ട് കൊടുത്തിട്ട് കമ്മയിടൽ ഭയങ്കര വലിയൊരു പണിയായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം വേറെ വിചാരിച്ച ഒരു കാര്യത്തിനും ടെൻഷനും ഉണ്ടായിരുന്നില്ല, പാടും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല സിമ്പിളായിട്ട് പോയിട്ടോ. പക്ഷേ കമ്മൽ അച്ഛൻ കാത് കുത്താത്തതുകൊണ്ട് കമ്മലിടലൊരു പണിയായിരുന്നു. ഈ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ ഒട്ടിച്ചത്. പക്ഷെ എന്നാലും എനിക്ക് അത് ചാടിപ്പോവും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് അതും വന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നെറ്റിച്ചൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേയൊക്കെ അതിലിട്ട് കിടന്ന് പണിത്. പക്ഷേ ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അതാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു കുഞ്ഞു മൂക്കുത്തിയും കൂടെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന് വേണ്ടി മേടിച്ചൊരു മൂക്കുത്തിയാണ്. ഇങ്ങനെ വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അത് കാരണം അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അച്ഛൻ്റെ മൂക്കിലത് പെട്ടെന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ലെന്ന് മാത്രം. പിന്നെ അച്ഛൻ ഞാൻ വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കുന്നതിനിടയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ അച്ഛൻ ഉറക്കം തൂങ്ങി ബൂം ബൂം എന്ന് വീഴുന്നുണ്ടായിരുന്നു. അച്ഛാ ഇടക്കിടക്ക് വിളിച്ചാണ് ഞാൻ വിളിച്ചെണിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഉറങ്ങാറില്ല. പിന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തതിൻ്റെ എൻ്റെ ഡെഡിക്കേഷൻ ലെവൽ കൊണ്ടാണോ എന്നറിയില്ല, അച്ഛൻ ഇടക്കിടക്ക് ഉറങ്ങിക്കപ്പുണ്ടായിരുന്നു. എന്നാലും സഹകരിച്ചു കേട്ടോ. നെറ്റിച്ചൂട്ടിയൊക്കെ വെച്ച് കൊടുത്ത് എനിക്കൊരു തൃപ്തി അറിഞ്ഞതുകൊണ്ട് അവസാനം ഞാൻ സിന്ദൂരത്തിൽ തന്നെ പിടിച്ചു. സിന്ദൂരം തൊട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ചന്ദനമൊക്കെ തൊട്ട് കുറച്ചും കൂടെ ഒരു ഐശ്വര്യവതിയാക്കി എടുക്കാനേ. അപ്പം നമ്മൾ അണിയിച്ചൊരുക്കി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ അച്ഛൻ. ഇപ്പം എൻ്റെ അമ്മയായത്. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്, അച്ഛൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. അമ്മയുടെ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് മൊത്തത്തിലുള്ള ഫോട്ടോ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നിങ്ങൾ പറയണം. അച്ഛാ എങ്ങനെയുണ്ട്? ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ പെൺവേഷം കിട്ടുന്നത്. അച്ഛൻ ആദ്യമായിട്ടല്ല പെൺവേഷം കണ്ടത്. പാർട്ടിയുടെ പരിപാടികൾക്ക് ഇഷ്ടംമാരെ കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഞാനില്ല, ഞാൻ ജനിച്ചിട്ടില്ല ഗൈസ്. ഇവിടെല്ലാം 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ്. സോറി, എനിക്ക് ആകെ 31 വയസ്സായിട്ടുള്ളൂ. 10-30 കൊല്ലത്തിന് മുമ്പ് ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. ചിലപ്പോൾ ഒരു വയസ്സൊക്കെ ആയില്ല, ഞാനില്ല. അച്ഛൻ പരിപാടികൾക്ക് വേണ്ടി ഞാൻ ഇഷ്ടംമാരെ തിരുവാടത്തിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് തെയ്യത്തിന് കോലം കെട്ടിയിട്ടുണ്ട്. അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പൊ പിന്നെ ഞാനാണ് അനീച്ചരിക്ക് റെഡി ആയിക്കൊണ്ട് ശേഷം എന്റെ മോളാണ് എന്നെ ഒരിക്കലൊക്കെ 2-3 പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിരിക്കുമ്പോ ഇപ്പൊ ഞാൻ വലുതായിരുന്നപ്പോ വലുതായി നല്ല ഇപ്പൊ അച്ഛൻ അണീച്ചൊരുക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. റിട്ടയർമെന്റ് ജീവിതത്തില് ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം. എങ്ങനെയുണ്ടെന്ന് പറയണേ, അഭിപ്രായം അറിയിക്കുക എല്ലാവരും. ഓക്കെ, ഞാൻ പറയാം. മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ എടുത്തേക്കണേ. പിന്നിട്ട് ഇടണമെങ്കിൽ പിന്നിട്ടും കൂടെ ഒരു വീഡിയോ ഇട്ടേക്കാം. അപ്പം നിങ്ങൾ ഏതാണ് അഴിച്ചിട്ടതാണോ പിന്നിട്ടതാണോ നല്ലതെന്നുള്ളത് പറയണം കേട്ടോ. അപ്പം എൻ്റെ ഒഫീഷ്യൽ മോഡലാണ് ഞാൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്. നല്ല സുന്ദരിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ അമ്മേനെ മുന്നേ ഇതുപോലെ റെഡിയാക്കിയിട്ട് അപ്പം അമ്മയ്ക്ക് ഇത്ര മേക്കപ്പ് ഒന്നും ഇട്ട് കൊടുത്തില്ല. നമുക്ക് വളരെ ലൈറ്റായിട്ടൊരു മേക്കപ്പ് ഇട്ടിട്ടാണ് റെഡിയാക്കിയത്. ഇനി നെക്സ്റ്റ് ടൈം ഇതുപോലെയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇച്ചിരി കൂടി അടിപൊളിയാക്കി ഇട്ട് റെഡിയാക്കി തരാം. ഇപ്പം എങ്ങനെയുണ്ട്, കൊള്ളാവോ? അച്ഛന് ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ് ഞാൻ, എൻ്റെ ലൈഫ് ഹാപ്പിയാണ്. ഓക്കെ, ഒരു ചെറിയ മൂക്കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആന പോലത്തെ ഒരു മൂക്കായെന്ന് പറഞ്ഞിട്ട് കാണൂല. സോറി, ബോഡി ഷേമിങ് അല്ല, ഇത് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾ അങ്ങോട്ട് കളിയാക്കി പറയാറുണ്ട്. അല്ലാണ്ട് അതൊരു ബോഡി ഷേമിങ് അല്ല കേട്ടോ, ഞാൻ സ്നേഹം കൊണ്ടാണ്. അച്ഛൻ്റെ വലിയ മൂക്കായതുകൊണ്ട് ഈ മൂക്കുത്തി വെച്ചാൽ ശരിക്കും കാണില്ല. എൻ്റെ വലിയ മൂക്കാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ മൂക്കുത്തി ഇങ്ങനെ വെച്ചാലും അറിയില്ല. അത് സെയിം അത് തന്നെയാണ് അച്ഛനും. അതാണ് ഒരു രക്ഷയില്ല. സെയിം അത് തന്നെ അച്ഛനെന്നല്ല, അച്ഛൻ്റെ സെയിം മൂക്ക് തന്നെ എനിക്കെന്ന്. സോറി, അങ്ങനെയാണ്. പിന്നെ തിരിച്ച് കളിയാക്കി പറയേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. മായാമോഹിനി
അച്ഛൻ്റെ ഈ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. എല്ലാവർക്കും അത് ഓർമ്മ വരുള്ളത് എനിക്കറിയാം. പിന്നെ അത് ഞാൻ മുടിയൊക്കെ പിന്നെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ലുക്കാണ് ഇഷ്ടമായിരുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇങ്ങനെ കേട്ടോ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ അണിയിച്ചൊരുക്കിയിരുന്നു വെച്ചത്. എങ്ങനെയുണ്ട്?